വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിച്ച ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ചോദ്യപേപ്പർ ചോർച്ചകളും പുനഃപരീക്ഷകളും അതിവൈകാരികമായ കാര്യമാണ്. വിഷയത്തിൽ സർക്കാർ ഒട്ടും നിസ്സംഗത കാട്ടിയിട്ടില്ലെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യതലസ്ഥാനത്ത് കോക്രോച്ച് ജനതാ പാർട്ടിയും പ്രതിപക്ഷ സംഘടനകളും നടത്തുന്ന അക്രമങ്ങളിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരീക്ഷാ ചോർച്ചകളും പുനഃപരീക്ഷകളും വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സംബന്ധിച്ച് അതിവൈകാരികമായ കാര്യമാണെന്നും വിഷയത്തിൽ സർക്കാർ ഒട്ടും നിസ്സംഗത പാലിച്ചിട്ടില്ലെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി പുതുതായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ അന്വേഷണ ഏജൻസികൾ കർശന നടപടിയെടുത്തിട്ടുണ്ട്. പരീക്ഷയുടെ പവിത്രത തകർത്ത് ചോദ്യപേപ്പറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്ത മുഴുവൻ കുറ്റവാളികളെയും ഇതിനകം അറസ്റ്റ് ചെയ്തതായി മന്ത്രി വ്യക്തമാക്കി. At the level of the Prime Minister, a response has been given. In fact, much before today's announcement of setting up fast-track courts and assuring the punishments will be handed over to those people who violated the sacredness of an exam by leaking the papers, by buying papers, by selling papers. Even earlier to this announcement, the government arrested those people who actually committed this crime. പരീക്ഷാ ചോർച്ചാ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമായിട്ടും പ്രതിപക്ഷം ചർച്ചകളിൽ നിന്നും ഒളിച്ചോടി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി. അതേസമയം കേസ് അന്വേഷണങ്ങൾ അതിവേഗ കോടതികളിലൂടെ പൂർത്തിയാക്കി കുറ്റക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ജനം, ഡൽഹി.